മലയാളത്തിലുള്ള ഖുതുബ തർജുമയാണ്. കേൾക്കാൻ ആഗ്രഹിക്കുന്നവർ കുറച്ച് മുമ്പോട്ട് കയറിയിരിക്കണമെന്നറിയിക്കും. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم والحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. نمو الأسرة കുടുംബ വളർച്ച അതാണ് ഇന്നത്തെ ഖുതുബയുടെ വിഷയം. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറയുന്നു, വല്ലാഹു ജഅല ലക്കും മിൻ അൻഫുസികും അസ്വാജൻ വജഅല ലക്കും മിൻ അസ്വാജികും ബനീന വഹഫദ. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ ഇണകളെ സംവിധാനിച്ച് തന്നിരിക്കുന്നു. ആ ഇണകളിൽ നിന്ന് നിങ്ങൾക്ക് മക്കളെയും പേരമക്കളെയും അല്ലാഹു സംവിധാനിച്ച് തന്നിരിക്കുന്നു. കുടുംബത്തിൽ വർധനവുണ്ടാവുക എന്നത്, സന്താന പരമ്പര വർദ്ധിക്കുക എന്നതും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്തു തരുന്ന വലിയ അനുഗ്രഹവും അതോടൊപ്പം പരിശുദ്ധ ശരീഅത്ത് നമ്മോട് കൽപ്പിക്കുന്ന ഒരു കാര്യവും കൂടിയാണ്. അള്ളാഹുവിൻ്റെ അംബിയ മുർസലുകൾ അവരുടെ തിരുചര്യകളിൽപ്പെട്ടതുമാണ് കുടുംബജീവിതം. അങ്ങനെയുള്ള മക്കളെ, സന്താനങ്ങളെ ധാരാളം ആഗ്രഹിക്കുക എന്നതൊക്കെ അംബിയാക്കളുടെ ചര്യയിൽപ്പെട്ടതും ആണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് കാണുക, വലഖദ് അർസൽനാ റുസുലൻ മിൻ ഖബ്ലിക വജഅൽനാ ലഹും അസ്വാജൻ വദുർരിയ്യ. നബിയെ, തങ്ങൾക്ക് മുമ്പ് നാം ഒരുപാട് മുർസലുകളെ അയച്ചിട്ടുണ്ട്. അവർക്കൊക്കെ ഭാര്യമാരെയും സന്താനങ്ങളെയും നാം നൽകുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ അംബിയാക്കളും സ്വാലിഹീങ്ങളൊക്കെ ധാരാളം മക്കളുണ്ടാകുന്നതിന് വലിയ ആഗ്രഹം പ്രകടിപ്പിച്ചവരുമാണ് എന്ന് നമുക്ക് കാണാവുന്നതാണ്. ബഹുമാനപ്പെട്ട സക്കരിയ അലൈഹിസ്സലാം അവിടുത്തെ ദുആ പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് കാണാം, റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുർരിയ്യതൻ ത്വയ്യിബ ഇന്നക സമീഉദ് ദുആ. അല്ലാഹുവേ, എനിക്ക് നല്ല പരിശുദ്ധമായ സന്താനങ്ങളെ എനിക്ക് നീ നൽകണമേ. നീ എല്ലാ ദുആനും ഉത്തരം നൽകുന്നവനാണല്ലോ. അതുപോലെ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സന്താന വർധനവിന് അതിന് പ്രത്യേകം പ്രോത്സാഹനം നൽകുകയും ചെയ്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, തസവ്വജു അൽ വദൂദ് അൽ വലൂദ്. നിങ്ങൾ കൂടുതൽ സ്നേഹവും അതുപോലെ കൂടുതൽ പ്രസവിക്കുന്നതുമായ സ്ത്രീകളെ മനസ്സിലാക്കി നിങ്ങൾ വിവാഹം ചെയ്യുക. കാരണം ഫഇന്നി മുകാസിറും ബിക്കുമുൽ ഉമം. നാളെ ഖിയാമത്ത് നാളിൽ മറ്റു സമൂഹങ്ങൾക്ക് മുമ്പിലൊക്കെ ഞാൻ നിങ്ങളുടെ എണ്ണം കൊണ്ട് അഭിമാനിക്കുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. അതോടൊപ്പം സ്വഹാബത്തിനിക്ക് ധാരാളം മക്കളുണ്ടാകുന്നതിന് വേണ്ടിയിട്ടും അതിൽ പ്രത്യേകം ബർക്കത്തിന് വേണ്ടിയിട്ടും ദുആ ചെയ്തത് നമുക്ക് കാണാവുന്നതാണ്. ഈ മക്കൾ ധാരാളം ഉണ്ടാകുന്നതും അവരെ പരിശുദ്ധ ഇസ്ലാമിലായിട്ട് വളർത്തിക്കൊണ്ടുവരുന്നതിനും വലിയ പ്രതിഫലങ്ങൾ നമുക്ക് അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്നതുമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് കാണാം, വബ്തഗൂ മാ കതബല്ലാഹു ലക്കും. നിങ്ങൾക്ക് നിശ്ചയിച്ചതിനെ അള്ളാഹുവിൽ നിന്ന് തേടുക. അതായത് നിങ്ങൾ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം, ഉദ്ദേശം അത് നിങ്ങൾക്ക് ആണും പെണ്ണുമായ മക്കൾ വർദ്ധിക്കുകയും അതിലൂടെ നിങ്ങളുടെ കുടുംബം വർദ്ധിക്കുകയും ചെയ്യുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും നിങ്ങൾക്ക് ശേഷം മക്കളെ വേണ്ട എന്ന് വെക്കുന്ന ഒരവസ്ഥയിലേക്ക്, നിങ്ങളെ കുടുംബം മുറിച്ചു കളയുന്ന ഒരവസ്ഥയിലേക്ക് നിങ്ങൾ എത്തിച്ചേരാൻ പാടില്ല. ഇന്ന് കണ്ടുവരുന്ന ഒരു പ്രവണതയാണ് കുടുംബാസൂത്രണം, അല്ലെങ്കിൽ മക്കൾ വേണ്ട, അല്ലെങ്കിൽ വളരെ കുറച്ച് മതി എന്ന നിലക്കുള്ള ആ ഒരു
പ്രവണത ഇപ്പോൾ കണ്ടുവരുന്നതാണ്. മുമ്പ് കാലത്ത് നമ്മുടെ മുൻഗാമികളിലൊന്നും അത്തരം ഒരു പ്രവണത ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ആ ഒരവസ്ഥയിലേക്ക് പോകാതെ അള്ളാഹു നിശ്ചയിച്ച മക്കളെ നാം സന്താന ഉൽപാദനം നടത്തുകയും അവരെ നല്ല നിലയ്ക്ക് നമുക്ക് വളർത്തിക്കൊണ്ടുവരികയും ചെയ്യണം. എങ്കിൽ നമുക്ക് മക്കളുണ്ടാകുന്നത്, ധാരാളം സന്താനങ്ങൾ ഉണ്ടാകുന്നത് അത് നമുക്കൊരു ശക്തിയും അതുപോലെ നമുക്ക് ഒരു പ്രൊട്ടക്ഷനുമാണ്. അതുപോലെ നമ്മുടെ രാജ്യത്തിനിക്ക് വലിയ ഒരു മുതൽക്കൂട്ടും ഒരഭിമാനവുമാണ്. അതുകൊണ്ടാണ് നമ്മുടെ ഭരണാധികാരികൾ ധാരാളം മക്കൾ നിങ്ങൾക്കുണ്ടാകണം എന്ന് നമ്മളോട് കൽപ്പിക്കുന്നതും അതിനുവേണ്ടിയുള്ള പ്രോത്സാഹനങ്ങൾ നൽകുകയും ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് നമ്മുടെ കൂട്ടത്തിൽ ചിലർ മക്കൾ വേണ്ട എന്ന് വെക്കാനുള്ള കാരണം? അവർ മക്കൾക്ക് ഭക്ഷണം കൊടുക്കാൻ പ്രയാസപ്പെട്ടു പോകും എന്ന് വിചാരിച്ചിട്ടാണോ? എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെയും ഭക്ഷണം ഏറ്റെടുത്തിട്ടുണ്ട്. അല്ലാഹു തആല പറയുന്നു, നഹ്നു നർസുഖുഹും വ ഇയ്യാകും. അവർക്ക് ഭക്ഷണം നൽകുന്നതും നിങ്ങൾക്ക് ഭക്ഷണം നൽകുന്നതും നമ്മളാണ്. അത് അല്ലാഹു ഏറ്റെടുത്തിട്ടുണ്ട്. റിസ്ഖിൻ്റെ വിഷയത്തിൽ നിങ്ങൾ ചിന്തിക്കേണ്ടതില്ല. എത്ര മക്കൾ കൂടുതലാണെങ്കിലും അതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റെടുത്തിട്ടുണ്ട്. ഏതൊരു സന്താനം ഇവിടെ ജനിക്കുകയാണെങ്കിലും ഇല്ല വരിസ്ഖുഹു മഅഹ്, അവരുടെ റിസ്ഖ് അല്ലാഹു ആ മക്കളുടെ കൂടെ നൽകിയിട്ടല്ലാതെ ഇല്ല. മാത്രമല്ല എത്ര കുടുംബങ്ങളാണ്, ആ കുടുംബത്തിലുള്ള ഏതെങ്കിലും ഒരു വ്യക്തി ഒരു സന്താനത്തിൻ്റെ കാരണം കൊണ്ട് ആ കുടുംബത്തിന് മൊത്തത്തിൽ അല്ലാഹു വിശാലമായ റിസ്ഖ് നൽകുന്നതായിട്ട് നമുക്ക് കാണാം. അതല്ലെങ്കിൽ ഈ മക്കളെയൊക്കെ വളർത്താൻ അല്പം പ്രയാസമുണ്ട് എന്ന് ചിന്തിച്ചിട്ടാണോ നിങ്ങൾ മക്കളെ വേണ്ട, കൂടുതൽ മക്കളൊന്നും വേണ്ട എന്ന് ചിന്തിക്കുന്നത്? എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ ഓരോ മക്കളെയും വളർത്തി വരുമ്പോൾ അതിൻ്റെ കാരണം കൊണ്ട് അല്ലാഹുവിൻ്റെ അടുക്കൽ നിങ്ങൾക്ക് ഉന്നതമായ പദവി നിങ്ങൾക്ക് ഒരുക്കി വച്ചിരിക്കുന്നതിനെ, സ്വർഗത്തിലെ ഉന്നത പദവി നിങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കുകയും ആ നിലക്ക് നിങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുക. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഇന്ന റജുല ലതുർഫഉ ദറജതഹു ഫിൽ ജന്ന. നിശ്ചയം ഒരു വ്യക്തിയുടെ സ്വർഗത്തിലെ പദവി അത് ഉയർത്തപ്പെടുന്നതാണ്. വലിയ സ്ഥാനത്തേക്ക് അവനെ ഉയർത്തുന്നു സ്വർഗത്തിൽ. അപ്പോൾ അദ്ദേഹം ചോദിക്കുന്നു, അന്ന ഹാദ, എനിക്കെങ്ങനെയാണ് ഇത്രയും വലിയൊരു പദവിയിലേക്ക് ഞാൻ എത്തുന്നത് എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന് കിട്ടുന്ന മറുപടി, ബിസ്തിഗ്ഫാരി വലദിക ലക, നിന്റെ മക്കൾ നിനക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്തു, നിന്റെ മക്കൾ നിനക്ക് വേണ്ടി പൊറുക്കലിനെ തേടിക്കൊണ്ടിരിക്കുന്നു, അതുകൊണ്ടാണ് നിനക്ക് ഈ ഉന്നതമായ പദവി ലഭിച്ചിരിക്കുന്നത് എന്ന് പറയുന്നതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പറഞ്ഞു തരികയാണ്. അതുകൊണ്ട് ധാരാളം സന്താന പരമ്പര, ധാരാളം മക്കൾ ഉണ്ടാകണം എന്നതിൽ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടാകണം. നിങ്ങൾക്ക് മറ്റു ചിന്താഗതികൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾ അതിലൊന്നും പെടാതെ നിങ്ങൾ അല്ലാഹുവിൽ തവക്കുലാക്കുക. നിങ്ങൾ അല്ലാഹുവിൽ തവക്കുലാക്കുകയും അല്ലാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യണം. അങ്ങനെ നല്ല മക്കളെ നമ്മൾ വളർത്തിയെടുത്തു കഴിഞ്ഞാൽ അത് നമുക്കും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ രാജ്യത്തിനും നമ്മുടെ സമൂഹത്തിനും എല്ലാം അത് വലിയൊരു മുതൽക്കൂട്ടാണ് എന്ന കാര്യം നിങ്ങൾ മറന്നു പോകാൻ പാടില്ല. അതുപോലെ മക്കളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന അഭിവൃദ്ധിയും ബറക്കത്തും ഇതൊന്നും വേണ്ട എന്ന് വെക്കുന്നൊരു ചിന്താഗതിയിലേക്ക് നമ്മൾ എത്തിച്ചേരാനും പാടില്ല. അതുകൊണ്ട് നാം എല്ലാവരും അല്ലാഹുവിൽ തവക്കുൽ ചെയ്യുകയും അല്ലാഹുവിനോട് ദുആ ചെയ്തുകൊണ്ട് നമ്മുടെ കുടുംബത്തിന് വേണ്ടി നമ്മൾ ധാരാളം ദുആ ചെയ്തുകൊണ്ടിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും നമ്മുടെ മക്കൾക്കും നല്ല ഖൈറും ബറക്കത്തും നൽകുമാറാകട്ടെ. ധാരാളം സന്താനങ്ങളെ നൽകി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രാജ്യത്തിന് വലിയ അഭിവൃദ്ധിയും പുരോഗതിയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ രാജ്യത്തിൻ്റെ ഭരണാധികാരികൾക്കെല്ലാം അല്ലാഹു എല്ലാ നന്മകളും ചെയ്യുന്നതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ രാജ്യത്തിൻ്റെ ഭരണാധികാരികളിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും ഒക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു തആല വസല്ലമ അലാ സയ്യിദിന മുഹമ്മദ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.